കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 21-ാമത് വാക്യം. ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്നു. സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിൻ്റെ നേരത്ത് എന്നോട് അടുത്തു വന്നു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം ഈ ഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ ദാനിയേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്തിന് അവിടെ പറയുന്ന ഒരു പ്രയോഗം നമുക്ക് കാണുവാൻ കഴിയും. ആദിയിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയത്ത്. ശ്രദ്ധിക്കണേ, പ്രാർത്ഥനയിൽ എങ്ങനെയാണ് ക്ഷീണം വരിക അല്ലേ? പ്രാർത്ഥന എപ്പോഴും ബലം തരുന്നതല്ലേ? പ്രാർത്ഥന എപ്പോഴും ശക്തിയും ധൈര്യവും കൃപയും ഒക്കെ നൽകുന്നതല്ലേ പ്രാർത്ഥന? പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ആദ്യ സമയം തന്നെ ദാനിയേൽ ക്ഷീണിക്കുവാൻ തക്കവണ്ണം ഇടവന്നത്? നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരും, ഉറപ്പാണ്. കാര്യം നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കകത്തും ഓരോ വിഷയങ്ങൾ ഉണ്ടല്ലേ? പലപ്പോഴും നല്ല വിഷയങ്ങൾക്ക് വേണ്ടി പോസിറ്റീവ് എനർജിയോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ചില ഹൃദയം നുറുക്കം വരുന്ന ചില വിഷയങ്ങളുണ്ട്. യേശു കർത്താവ് ഗത്സമനയിൽ പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് ബൈബിൾ പറയുന്നവൻ പ്രാണവേദനയിലായെന്നാണ്. യേശുവിനെ കുറിച്ച് പറയുന്നതാണ്, പ്രാണവേദനയിലാണ് അവൻ ദൈവത്തോട് പിതാവിനോട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമെങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഹിതം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച യേശുവിൻ്റെ പ്രാർത്ഥനയെ നമുക്കറിയാം. എന്താ സംഭവിച്ചത്? ആ പ്രാർത്ഥനയുടെ നടുവിൽ പോസിറ്റീവ് എനർജിയല്ല വെളിപ്പെട്ടത്, ധൈര്യമല്ല, അഭിഷേകമല്ല, പകരം അവൻ്റെ ഹൃദയം വേദനിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വരുമ്പോൾ പലപ്പോഴും നമ്മൾ ടയേർഡായിപ്പോകും, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ വരും, നമ്മുടെ ശരീരം ക്ഷീണിക്കും, മനസ്സ് തളരും, പ്രാർത്ഥനയ്ക്കൊരു വാചകം നമുക്ക് ലഭ്യമാകാതെ വരുന്ന സാഹചര്യമുണ്ട്. ഇവിടെയൊക്കെയാണ് റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥനകളിൽ തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. സ്തോത്രം. നമ്മുടെ ബലഹീനത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. അതുകൊണ്ടും പ്രാർത്ഥനയ്ക്ക് സ്തോത്രമാരെ പരിശുദ്ധാത്മാവ് തുണ നിൽക്കുന്നു എന്ന് ബൈബിൾ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ദാനിയേൽ ക്ഷീണിച്ചു, തളർന്നു, പ്രാർത്ഥനയിൽ ക്ഷീണിച്ചിരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? ആ ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിൻ്റെ നേരത്ത് എന്നോട് അടുത്തു വന്നു. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ക്ഷീണിച്ചിരുന്ന ദാനിയേലിൻ്റെ അടുക്കലേക്ക് ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ സന്ധ്യായാഗത്തിൽ അവനോട് അടുത്തു വരുവാൻ തക്കവണ്ണം ഇടയായി. എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ ഒരു നിവർത്തീകരണം നടക്കുകയാണ്. ദർശനത്തിൽ കണ്ടയാളിനെ നേരിട്ട് ദാനിയേൽ അനുഭവിക്കുകയാണ്. എപ്പോഴാണ്? ആ ക്ഷീണം നേരിട്ട സമയത്ത്, പ്രാർത്ഥനയിൽ തളർന്നുപോയ സമയത്ത്, പ്രാർത്ഥനയിൽ അധൈര്യപ്പെട്ടു പോയ സമയത്ത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഏതെങ്കിലും വിഷയത്തിനകത്തൊരു ദർശനം അതിനുവേണ്ടി കാത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് സ്തോത്രം, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. ദർശനത്തിൽ നീ കണ്ടത് നിന്റെ അടുക്കലേക്ക് വരാൻ പോകുകയാണ്. സ്തോത്രം. അത് ദൂതനാകാം, ദൈവപ്രവൃത്തിയാകാം, വാഗ്ദത്തങ്ങളാകാം, യാത്രകളാകാം, ജോലിയാകാം, ഭൗതിക നന്മകളാകാം, ആത്മീയ നന്മകളാകാം. നീ ദർശനത്തിൽ എന്താണോ കണ്ടത്, നീ പ്രാർത്ഥനാ മുറിയിൽ നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ ആത്മാവിൽ വെളിപ്പെട്ടത് എന്താണോ അത് നേരിട്ട് നിന്റെ അടുക്കൽ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. അത് സംഭവിക്കുന്നതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. എല്ലാം മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.